ഇനി നമുക്ക് വേണ്ടത് പരിപാടി നടത്തുന്നത് ആരാണെന്ന് അറിയിക്കണം പോസ്റ്ററിൽ. അപ്പോൾ നാട്ടിലെ SSF, SYS സംഘടനകളാണ്. അപ്പോൾ നമുക്ക് ടൈപ്പ് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും അടിയിലുള്ള ന്യൂ ലെയർ എടുത്താൽ നമുക്ക് നേരത്തെ പോയടുത്ത് ആഡ് ടെക്സ്റ്റ് കിട്ടും. അവിടെ പോയിട്ട് നമുക്കിപ്പോൾ SSF എന്ന് ഇംഗ്ലീഷിലാണല്ലോ എഴുതേണ്ടത്. അപ്പോൾ നമ്മൾ നേരത്തെ മുകളിൽ പറഞ്ഞ മലയാളം അവിടെ ഒരു ചെറിയ ആരോ മാർക്ക് കാണും. അവിടെ ക്ലിക്ക് ചെയ്താൽ ഇംഗ്ലീഷ് എന്ന് കാണും. എന്നിട്ട് എന്താക്കുക, നമ്മൾ ക്യാപിറ്റൽ ലെറ്ററിലാക്കിയിട്ട് SSF എന്ന് എഴുതി കൊടുക്കുക. ഓക്കെ അടിച്ചെടുക്കുക. അപ്പോൾ SSF ഇപ്പോൾ ഈ ഫോണ്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് SSFൻ്റെതായ ഫോണ്ട് കിട്ടണമല്ലോ. അപ്പോൾ നമ്മുടെ ഇവിടെ ഡൗൺലോഡിൽ ഇഷ്ടം പോലെ ഉണ്ടാവും. ഇതാക്കണ്ടില്ല, SSFൻ്റെ ഫോണ്ട് ഉണ്ടാവും. നമ്മളെ സാധാ SSFൻ്റെ ഫോണ്ട് അത് ഡൗൺലോഡ് ചെയ്ത് വെച്ചാൽ നമുക്ക് SSFൻ്റെ ഫോണ്ട് തന്നെ കിട്ടും. ഓക്കെ, അപ്പോൾ അത് SSF ന്യൂ ലെയർ പോവുക, ടെക്സ്റ്റ് എടുക്കുക, SYS എന്നാക്കുക. അപ്പോൾ SYSൻ്റെ ഫോണ്ട് നമ്മളെ SYSൻ്റെ ഫോണ്ട് ഇതല്ല. അപ്പോൾ ഫോണ്ട് മാറ്റണം. ഫോണ്ട് മാറ്റാതെ തന്നെ ഉണ്ടാവുക SYS. ഇതൊക്കെ ഡൗൺലോഡിൽ ഇഷ്ടംപോലെ നമ്മുടെ എല്ലാ ഫോണ്ടും ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മുടെ അതേ ഫോണ്ട് കിട്ടും. നമുക്ക് കരിങ്ങാലി യൂണിറ്റിൻ്റെ പേര് കൊടുക്കുക. കരിങ്ങാലി. നമ്മൾ ഇംഗ്ലീഷിലിപ്പോൾ മലയാളം ആക്കണേ, കാരണം മലയാളം ടൈപ്പ് പോകുമ്പോൾ മലയാളം തന്നെ ആക്കണം. കരിങ്ങാലി യൂണിറ്റ്. ഓക്കെ, അതിൻ്റെ ഫോണ്ടൊന്ന് ചെറുതായി ഫോണ്ട് മാറ്റി കൊടുക്കുക. ഒന്ന് ചെറുതായി കൊടുക്കുക. സർഫേസ് ഇങ്ങനെയും കൊടുക്കുക. നടുവിൽ വെച്ചാൽ കരിങ്ങാലി യൂണിറ്റ് SSF. അപ്പോൾ നിലവിൽ ഇപ്പോൾ ഏകദേശം ഒരു പോസ്റ്ററിൻ്റെ മോഡലായി. സാധാ ഒരു പോസ്റ്റർ, അത്യാവശ്യം വർക്കുകളൊന്നും ഇല്ലാത്തൊരു പോസ്റ്ററാണത്. ഇനി നമുക്ക് ഇതിൻ്റെ മൊത്തത്തിലുള്ള ബാക്ക്ഗ്രൗണ്ട് ഇപ്പോൾ വൈറ്റ് കളറാണോ, അതൊന്നും മാറ്റം പറ്റും. നമുക്ക് പല കളറും ആക്കാം. ഇവിടെ ഏറ്റവും അടിയിൽ എഡിറ്റ് BG എന്ന് പറഞ്ഞാൽ എഡിറ്റർ ബാക്ക്ഗ്രൗണ്ട് എന്നാണ് BG എന്ന് പറഞ്ഞാൽ അവിടെ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് അവിടെ കുറേ ഓപ്ഷനുകളുണ്ട്. ഒന്നാമത്തെ നിലവിലുള്ള വൈറ്റ് കളർ തന്നെയാണ്, യൂസ് ഡിഫിക്കൽട്ട് കളർ. രണ്ടാമത്തത് വേറെ കളർ വരും, ഒന്ന് നോക്കി ക്ലിക്ക് ചെയ്താൽ ഇതുപോലെ വരും. മൂന്നാമത്തെ പാറ്റേണുകളുണ്ട്, 5-6 പാറ്റേൺസ് ഉണ്ട്. അപ്പോൾ അവിടെ അതിങ്ങനെ മാറി നമുക്ക് ഇതാക്കാൻ പറ്റും. ബാക്ക്ഗ്രൗണ്ട് പല മോഡലും ആക്കാം. പിന്നെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഓപ്ഷൻ ചെയ്താൽ നമുക്ക് ഇഷ്ടംപോലെ കുറേ പല മോഡലുകൾ ബാക്ക്ഗ്രൗണ്ട് കിട്ടും. പിന്നെ അതുപോലെ തന്നെ കളർ കൊടുക്കുക. ഏത് കളർ, ചുവപ്പാണെങ്കിൽ ചുവപ്പ് കൊടുക്കുക, ഏത് കളറും കൊടുക്കാൻ പറ്റും. പച്ച, നീല കൊടുക്കുക. നമ്മൾ അതിനോട് യോജിച്ചതായ കളർ കൊടുക്കുക. എന്ത് കൊടുക്കാൻ പറ്റുമോ അങ്ങനെ കൊടുക്കുക ബാക്ക്ഗ്രൗണ്ട്. ഇനി നമുക്ക് പല മോഡലുകൾ ബാക്ക്ഗ്രൗണ്ട് എന്താവും ഗൂഗിൾ സെർച്ച് ചെയ്തിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് ഇവിടെ കൊടുക്കാൻ പറ്റുമോ. അതിനൊക്കെ ഓപ്ഷനുകളുണ്ട്. അപ്പോൾ ഇനി നമുക്കിപ്പോൾ ഒരു പോസ്റ്ററായി നമുക്ക് ഇനി സേവ് ചെയ്യണം. അപ്പോൾ ഏറ്റവും ലാസ്റ്റ് സേവ് എന്നുള്ള സംഗതി നോക്കിയാൽ സേവ് ഇമേജ് ആസ് എന്ന് കാണും. അപ്പോൾ ക്രിയേറ്റ് ഇമേജ് സേവ്. അങ്ങനെ ഇത് നമ്മളെ ഗാലറിയിൽ ഉണ്ടാവും. നമ്മൾ നോക്കാം, നമ്മളിപ്പോൾ അത് നേരെ പോവാണ്. നമ്മളെ ഒരു ഗാലറിയിൽ ഏതെങ്കിലും ഗ്രൂപ്പിലേക്ക് നമുക്ക് അയക്കാൻ പറ്റും നോക്കാം. അപ്പോൾ നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ അയക്കാം, കുഴപ്പമില്ലല്ലോ. ഗാലറി തുറക്കുക, ഗാലറി ഉണ്ടാവും. ഇതാ നമ്മളിതുവരെ ചെയ്തത്, അത് നമുക്ക് നേരെ ഗ്രൂപ്പിൽ കണ്ടുവിടാൻ പറ്റും. ഗ്രൂപ്പിൽ വിട്ടാൽ അതോടെ ഓക്കെ ആയി. അപ്പോൾ ഇങ്ങനെയാണ് നിലവിലൊരു ചെറിയ നിലക്കൊരു ഈ പോസ്റ്റർ ഉണ്ടാക്കാൻ പറ്റും നമുക്ക്. ഓക്കെ, സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ചോദിക്കാവുന്നതാണ്. എല്ലാത്തിനും മറുപടി ഉണ്ടാകും ഇൻഷാ അല്ലാഹ്.